ഹായ് മക്കളെ, ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന യൂണിറ്റിൽ നിന്നും ഓണം എക്സാമിന് വന്നേക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So our first question is a conversation between the little train and the big strong engine. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. When the little train returned from the top of the mountain after giving the children good food and toys, he happened to meet the big strong engine. നമ്മുടെ ലിറ്റിൽ ട്രെയിൻ മൗണ്ടൻ ടോപ്പിലുള്ള ബോയ്സിനും ഗേൾസിനും ഒക്കെ ഗുഡ് ഫുഡും അതുപോലെ ടോയ്സും എല്ലാം കൊടുത്തിട്ട് മടങ്ങി വരുന്ന സമയം എന്താണ്, ഹി ഹാപ്പൻ ടു മെറ്റ് ദ ബിഗ് സ്ട്രോങ് എഞ്ചിനെ കണ്ടുമുട്ടി. ബിഗ് സ്ട്രോങ് എഞ്ചിൻ വാസ് വണ്ടേർഡ്. ബിഗ് സ്ട്രോങ് എഞ്ചിൻ അത്ഭുതപ്പെട്ടു. ഹി ആസ്ക്ഡ് ടു ദ ലിറ്റിൽ ട്രെയിൻ, ഹൗ ഡിഡ് യു ഗോ ടു ദ മൗണ്ടൻ ടോപ്പ്? നമ്മുടെ ബിഗ് സ്ട്രോങ് എഞ്ചിൻ ലിറ്റിൽ ട്രെയിനിനോട് ചോദിക്കുകയാണ്, ഹൗ ഡിഡ് യു ഗോ ടു ദ മൗണ്ടൻ ടോപ്പ്? നീ എങ്ങനെയാണ് മൗണ്ടൻ ടോപ്പിൽ പോയത്? അപ്പോൾ നമ്മുടെ ലിറ്റിൽ ട്രെയിൻ എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക, എന്തായിരിക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവുക? റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ദ ബിഗ് സ്ട്രോങ് എഞ്ചിൻ. ആ സമയത്ത് നമ്മുടെ ലിറ്റിൽ ട്രെയിനും ബിഗ് സ്ട്രോങ് എഞ്ചിനും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കാം ആ കോൺവെർസേഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. ദ ബിഗ് സ്ട്രോങ് എഞ്ചിൻ, ഹേയ് ലിറ്റിൽ ട്രെയിൻ, ഹൗ ഡിഡ് യു ഗോ ടു ദി മൗണ്ടൻ ടോപ്പ്? അപ്പോൾ ലിറ്റിൽ ട്രെയിനിനോട് ബിഗ് സ്ട്രോങ് എഞ്ചിൻ ചോദിക്കുകയാണ്, ഹൗ ഡിഡ് യു ഗോ ടു ദി മൗണ്ടൻ ടോപ്പ്? നീ എങ്ങനെയാണ് ആ മൗണ്ടൻ ടോപ്പിൽ പോയത്? അപ്പോൾ എന്താണ് റിപ്ലൈ കൊടുക്കുന്നത് ലിറ്റിൽ ട്രെയിൻ? എ കൈൻഡ് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഹെൽപ്ഡ് മീ ടു റീച്ച് ദെയർ. കൈൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ദയയുള്ള, നല്ലവനായ ഒരു ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്നെ ഹെൽപ്പ് ചെയ്തു. എന്തിനെ? ടു റീച്ച് ദെയർ, അവിടെ എത്താൻ. ദ ബിഗ് സ്ട്രോങ് എഞ്ചിൻ പറയാണ്, അപ്പോൾ ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ, ഹൗ ഡിഡ് ദാറ്റ് ട്രെയിൻ ഹെൽപ്പ് യു? ലിറ്റിൽ ബ്ലൂ എഞ്ചിനോ? എങ്ങനെയാണ് ആ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ നിന്നെ ഹെൽപ്പ് ചെയ്തത്? ദ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പുൾഡ് മീ അപ് ടു ദ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ. മൗണ്ടൻ്റെ ടോപ്പിലെത്തുന്നത് വരെ എന്നെ പുള്ള് ചെയ്തു, തള്ളിത്തന്നു. ദ ബിഗ് സ്ട്രോങ് എഞ്ചിൻ, വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. അത് ഏതായാലും വളരെ നന്നായി. ഐ അപ്പോളജൈസ് യു ഫോർ നോട്ട് ഹെൽപ്പിംഗ് യു ടു റീച്ച് ഓൺ ദി മൗണ്ടൻ ടോപ്പ്. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. എന്തിന്? ഫോർ നോട്ട് ഹെൽപ്പിംഗ് യു, നിന്നെ സഹായിക്കാത്തതിന്. ടു റീച്ച് ഓൺ ദി മൗണ്ടൻ ടോപ്പ്, മൗണ്ടൻ ടോപ്പിൽ റീച്ച് ചെയ്യാൻ, എത്തിച്ചേരാൻ നിന്നെ സഹായിക്കാത്തതിന് ഐ അപ്പോളജൈസ്, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ദ ലിറ്റിൽ ട്രെയിൻ, ഇറ്റ്സ് ഓക്കെ, അത് സാരമില്ല, കുഴപ്പമില്ല. ഹെൽപ്പിംഗ് അതേഴ്സ് വിൽ മേക്ക് അസ് ഗ്രേറ്റ്. മറ്റുള്ളവരെ സഹായിക്കുന്നത് നമ്മളെ ഗ്രേറ്റ് ആക്കും. അപ്പോൾ ആ ഒരു ഗുണപാഠം കൂടെ കൊടുത്തിട്ടാണ് നമ്മുടെ ലിറ്റിൽ ട്രെയിൻ ഈ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറി റൈറ്റിംഗ് ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ദ ലിറ്റിൽ ട്രെയിൻ വാസ് വെരി ഹാപ്പി. ലിറ്റിൽ ട്രെയിൻ വളരെ ഹാപ്പിയാണ്. എപ്പോൾ? ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം ദ ടോപ്പ് ഓഫ് ദി മൗണ്ടൻ, മൗണ്ടൻ്റെ ടോപ്പിൽ നിന്നും തിരിച്ചെത്തിയതിന് ശേഷം. ഹി റിമെമ്പേർഡ്, അവന് ഓർത്തു. എന്ത്? ദ ഹാപ്പിനെസ് ഓഫ് ദി ബോയ്സ് ആൻഡ് ഗേൾസ് ഹാവ്, അവിടുത്തെ ബോയ്സിനും ഗേൾസിൻ്റെ ഒക്കെ മുഖത്ത് വന്ന ആ ഒരു ഹാപ്പിനെസ്. എപ്പോൾ? വൈൽ ദേ ഗോട്ട് ഗുഡ് ഫുഡ് ആൻഡ് ടോയ്സ്, അവർക്ക് നല്ല ഫുഡും ടോയ്സും ഒക്കെ കിട്ടിയ ആ സമയത്ത്. അറ്റ് നൈറ്റ് ദ ലിറ്റിൽ ട്രെയിൻ ടുക്ക് ഹിസ് ഡയറി. രാത്രിയായപ്പോൾ ലിറ്റിൽ ട്രെയിൻ ഡയറി എടുത്തിട്ട് ആൻഡ് ബിഗാൻ ടു റൈറ്റ്, എഴുതാൻ തുടങ്ങി. വാട്ട് വുഡ് ബി ദ ഡയറി എൻട്രി ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ ഓൺ ദാറ്റ് ഡേ? ലിറ്റിൽ ട്രെയിനിൻ്റെ ആ ദിവസത്തെ ഡയറി എൻട്രി നമുക്ക് നോക്കാം. ആദ്യം ഡേറ്റും ഡേയും എഴുതുക, മുകളിലായിട്ട് എഴുതുക. ദെൻ അന്നത്തെ ദിവസത്തെ ഈവൻസ് ഒക്കെ അങ്ങനെ കുറച്ച് ചുരുക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ എഴുതുക. നിങ്ങളാണ് ആ ലിറ്റിൽ ട്രെയിൻ എന്ന് സങ്കല്പിച്ചിട്ട് ആ ഒരു ദിവസത്തെ അനുഭവങ്ങൾ, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പോലെ എഴുതുക. അതായത് ഐ എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാൻ. ദ ലിറ്റിൽ ട്രെയിൻ എന്ന് പറയരുത്. എനിക്ക് അങ്ങനെ തോന്നി, അല്ലെങ്കിൽ ഞാൻ സ്റ്റക്കായി, എൻ്റെ കൂട്ടുകാരൻ സഹായിച്ചു, ആ രീതിയിലൊക്കെയാണ് എഴുതേണ്ടത്. അല്ലാതെ ലിറ്റിൽ ട്രെയിൻ എന്നുള്ള കാര്യം അവിടെ പറയാനേ പാടില്ല.
ഇറ്റ് വാസ് എ ഗുഡ് ഡേ ഫോർ മീ. എനിക്ക് ഇന്ന് ഒരു നല്ല ദിവസമായിരുന്നു. ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ഹാഡ് ഡൺ ആൻ അഡ്വഞ്ചറസ് തിങ് ടുഡേ. ഞാനും എൻ്റെ കൂട്ടുകാരും ഇന്ന് ഒരു സാഹസികമായ ഒരു കാര്യം ചെയ്തു. അഡ്വഞ്ചറസ് തിങ്, സാഹസികമായ ഒരു സംഗതി. ഓൺ മൈ വേ ടു ദി മൗണ്ടൻ ടോപ്പ് ഐ വാസ് സ്റ്റക്ക്. ഞാൻ മൗണ്ടൻ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം എനിക്ക് എന്ത് സംഭവിച്ചു? ഐ വാസ് സ്റ്റക്ക്. ഞാൻ സ്റ്റക്കായി. ആൻഡ് ഐ കുഡിൻ ടേൺ മൈ വീൽസ്. എനിക്ക് എൻ്റെ വീൽസ്, ചക്രങ്ങൾ തിരിക്കാൻ പറ്റിയില്ല. ടേൺ എന്ന് പറഞ്ഞാൽ തിരിക്കുക. മൈ ഫ്രണ്ട്സ് ട്രൈഡ് ടു ഹെൽപ്പ് മീ. എൻ്റെ കൂട്ടുകാരെന്നെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് ദേ വർ ഫെയിൽഡ്. അവരെല്ലാം തോറ്റുപോയി. മെനി ട്രെയിൻസ് പാസ്ഡ് ത്രൂ ദാറ്റ് വേ. ഒരുപാട് ട്രെയിൻസ് ആ വഴിയിലൂടെ പാസ് ചെയ്തു. ബട്ട് നോ വൺ ഹെൽപ്ഡ് us. പക്ഷേ ആരും ഞങ്ങളെ സഹായിച്ചില്ല. ഫൈനലി, അവസാനം, ദ കൈൻഡ് ലിറ്റിൽ ബ്ലൂ എൻജിൻ കെയിം. ആര് വന്നു? എ കൈൻഡ് ലിറ്റിൽ ബ്ലൂ എൻജിൻ വന്നു. ആൻഡ് ഹെൽപ്ഡ് us ടു ക്ലൈംബ് ദ മൗണ്ടൻ. ഞങ്ങളെ മൗണ്ടൻ്റെ ടോപ്പിലേക്ക് കയറാൻ സഹായിച്ചു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റി. അത് വളരെ സാഹസികമായൊരു ആക്ടിവിറ്റി ആയിരുന്നു. ആൻഡ് വി എൻജോയ്ഡ് ഇറ്റ്. ഞങ്ങളത് എന്ത് ചെയ്തു? ആസ്വദിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡയറി എൻട്രി ആയിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോട് കൂട്ടിച്ചേർത്ത് എഴുതാം. അവിടെ നടന്ന ഈവൻസ് ഒക്കെ കൂട്ടിയിട്ട് ഓരോ ട്രെയിനിൻ്റെയും പേര് പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ആ പാസ് ചെയ്തു പോയ ട്രെയിനിൻ്റെ പേരുകളൊക്കെ പറഞ്ഞ്, സഹായിക്കാത്ത ട്രെയിനുകളുടെ പേരൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് എഴുതാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഡയറിയും അതുപോലെ ഒരു കോൺവെർസേഷനുമാണ്. ഇനിയും നമുക്ക് തോട്ട്സ്, റിഡിൽസ് പോലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.